ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങളെ? സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയല്ലോ. രാവിലെ തന്നെ ഞാനിതാ ഇവിടെ ഇങ്ങനെ മുറ്റടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഒരു തുണിയൊക്കെ അലക്കാനായിട്ട് വാഷിംഗ് മെഷീൻ്റെ അടുത്തൊരു പോക്കം തവള ഇരിക്കണം കേട്ടോ. പിന്നെ ഞാൻ ചൂലൊക്കെ വെച്ചിട്ട് അതിനെ അടിച്ച് പേടിപ്പിച്ച് ഓടിപ്പിച്ചു കേട്ടോ. അപ്പുറത്തെ കണ്ടത്തൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തൊരു വലിപ്പാണ് വെച്ചിട്ടാ. ഇവിടെ പിന്നെ പണ്ടെന്നെ തവളനെ തിന്ന ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓളെ പറഞ്ഞിങ്ങനെ കളിയാക്കിയായിരുന്നു കേട്ടോ. എനിക്ക് വേണമെങ്കിൽ അതിനെ ഫ്രൈ ചെയ്ത് തിന്നോന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടാണെങ്കിലോ എനിക്ക് കുറച്ച് തേങ്ങ പൊളിച്ചെടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തേങ്ങ ഒക്കെ പൊളിച്ച് 2-3 ഒപ്പം പൊളിച്ച് വെക്കും കേട്ടോ. 3 പൊളിച്ചാലും എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് തേങ്ങ തീർന്നു പോകണമെന്ന് അറിയൂല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ തിരുമ്മണ അലക്കുകല്ലിൻ്റെ അടുത്ത് കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് ഇലകളും കല്യാള് ചെറുക്കന്മാരൊക്കെ കൂടെ വാരി അതിലേക്ക് നിറച്ചിക്കാണ്. അതൊക്കെ കൂടെ ഒന്ന് വാരി എടുത്തിട്ട് അവിടെ ഒന്ന് ക്ലീൻ ആക്കണം കേട്ടോ. അപ്പോൾ ചായ ഒന്നും കുടിച്ചിട്ടില്ല, നേരെ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായിരുന്നു നിങ്ങളെ വീട്ടിൽ കഴിക്കാനൊക്കെ രാവിലെ ഉണ്ടാക്കിയിരുന്നത്? ഇവിടെ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ഒന്നും തുടങ്ങിയിട്ടും കൂടെ അല്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്കിനി വയ്യെ ആക്കം പോലെ അങ്ങ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് പരിപാടികൾ പെട്ടെന്നാണ് തീർക്കുകയാണ് കേട്ടോ. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണം, കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം കേട്ടോ. അത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. പ്രത്യേകിച്ച് ശനി ഞായറൊന്നും നമ്മൾ പെട്ടെന്ന് ചായ ഉണ്ടാക്കാനൊന്നും നിൽക്കലില്ല കേട്ടോ. പിന്നെ ഐസിന് സ്കൂളൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ആക്കത്തിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എന്നുള്ളതാണ്. ഓനും പിന്നെ എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെ ഞാൻ വേഗം തന്നെ അവിടെയൊക്കെ ഒന്ന് വെള്ളം തിരിച്ചിട്ടിട്ട് ഒന്ന് അടിച്ച് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ചളിയുണ്ട്, വെള്ളം ആക്കത്തിനേ പോകണുള്ളൂ കേട്ടോ. അവിടെ അങ്ങനെ കെട്ടി നിൽക്കുകയാണ്. പിന്നെ സാവധാനം പോയാൽ മതി എന്നുള്ളതിൽ ഞാനും അത് അവിടെ ഇട്ടിട്ട് പോയി. കുറേ നേരം ഞാൻ വെള്ളം അങ്ങനെ ആക്കി കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. പക്ഷേ വെള്ളം പോകണ ഒരു ലക്ഷണങ്ങളൊന്നും കാണാനില്ല. പിന്നെ എനിക്കും എൻ്റെ മകൻക്കും ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്നുകൊണ്ട് കിട്ടുക. എന്ത് പൊടി തട്ടിയാലും പുക തട്ടിയാലും ഒക്കെ ഞങ്ങൾക്ക് ജലദോഷമാണ്. നേരം മാറി കുളിച്ചാലും തലകേകാതെ നിന്നാലും കുളിച്ചില്ലെങ്കിലും കുളിച്ചാലും ഒക്കെ ജലദോഷത്തിൻ്റെ ആൾക്കാരാണ്, അലർജീൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഇതാ ചെറുതായിട്ട് ഐസിന് ഒരു ജലദോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ വേഗം തന്നെ പനിക്കൂർക്കന്നെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. വരുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കാണുമ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം. കൂടാൻ നിന്നാൽ പിന്നെ ഹോസ്പിറ്റലിൽ പോയി പിന്നെ ഒരു 2-3 പ്രാവശ്യം പോയി വന്നാലൊക്കെയാണ് പിന്നെ മാറുള്ളൂ കേട്ടോ. ആൻറ്റിബയോട്ടിക് ഇങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ അലർജീൻ്റെ മരുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ രാവിലെ തന്നെ പനിക്കൂർക്ക ഗ്യാസിൻ്റെ മുകളിലാണ്, അല്ല ഗ്യാസല്ല, കുക്കറിൽ കറി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ എന്താണ് ഉച്ചക്കത്തേക്കുള്ള കറിയാണ് അതിലുള്ളത്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാനിതാ ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. വാടിയതിന് ശേഷം ഞാനത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഞെരടി പിന്നിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട്, നീരുണ്ടല്ലോ പനിക്കൂർക്കന്നെ, വെള്ളമൊന്നും ചേർക്കാതെ അതിൻ്റെ നീരെടുത്തിട്ട് ഞാൻ ഐസ് ബേബിക്ക് അങ്ങോട്ട് കൊടുത്തു. ഓനക്ക് കുടിക്കാൻ തീരെ താല്പര്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞാൻ ഓനെ പറഞ്ഞിട്ടാണ് കുടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കഴിക്കാൻ പോണത് പാസ്തയാണ് കേട്ടോ. ഈ ഒരു സംഭവം ഇങ്ങനത്തത് ഞാൻ തിന്നിട്ടില്ല കേട്ടോ. മക്രൂണിയൊക്കെയാണ് തിന്നൽ, ഇത് ഉണ്ടാക്കിയിട്ടേ ഇല്ല. അപ്പോൾ ഇന്ന് ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഉപ്പും ആ പാസ്തൻ്റെ ആ സാധനം കൂടെ ഇട്ടെടുത്തിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനിതാ വേറൊരു ചട്ടിയിലേക്ക് കുറച്ച് ബട്ടറും പിന്നെ അതേപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. അതൊന്ന് വയന്ന് വരുമ്പോൾ കരിയാൻ നിൽക്കരുത്. എന്നിട്ട് അതിലേക്ക് ഇതാ ഒരു സ്പൂണ് മൈദപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഇതും കരിയരുത് കേട്ടോ. തീ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് തന്നെ ആകെ മാറും കേട്ടോ അതിൻ്റെ. എന്നിട്ട് പിന്നെ അതിലേക്ക് ഇതാ പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. പാല് ചേർത്തിട്ട് ഇതാ കട്ടൊക്കെ ഉടച്ചിട്ട് നന്നായിട്ട് കട്ടൊക്കെ ഉടച്ചെടുക്കുക കേട്ടോ. ഉടച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കട്ടൊക്കെ നന്നായിട്ട് ഉടക്കുക. ഇതിപ്പോൾ എല്ലാവരും ഉണ്ടാക്കണത് ഈ കരട്ട കുട്ടികളുള്ള വീട്ടിലൊക്കെ ഞങ്ങളോട് അത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഉണ്ടാക്കണവർ ഇനിയിപ്പോൾ ഇത് ഇങ്ങനെയല്ല ഉണ്ടാക്കണമെന്നൊന്നും പറയരുത്. ഞാൻ പല വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. ഇനി ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോളി. രസമൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ കുട്ടികൾക്ക് അങ്ങോട്ട് വലിയതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. എനിക്കാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിതാ പാൽ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നിർബന്ധമാണ് കേട്ടോ അതിലേക്ക്. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ സംഭവം ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ വേവിച്ചിരുന്നല്ലോ സാധനം, ഇതിൻ്റെ ഈ ക്രീം ഇത്ര തന്നെ ഉള്ളൂ ഉണ്ടാക്കാൻ. ഇതിലേക്കും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. അതേപോലെ തന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, അതും കൂടി ചേർത്ത് കൊടുത്താൽ അതിൻ്റെ സംഭവം. അപ്പോൾ കുറച്ചും കൂടെ കട്ടിക്ക് വെള്ളം വേണം എന്നുണ്ടായതുകൊണ്ട് കുറച്ചും കൂടെ പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ആ പാസ്ത മുഴുവൻ ഇതിൽ മുങ്ങി കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു എല്ലായിടത്തും എത്തണമല്ലോ. അപ്പോൾ ഇതാ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടുകൊടുത്ത് സെറ്റാക്കിയതിന് ശേഷം ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ഉപ്പ് ഉണ്ടോയെന്ന്. എന്നിട്ട് അതിലേക്ക് നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ചത് നമ്മളിതാ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തൊട്ട് നോക്കിയാൽ മനസ്സിലാവുമല്ലോ, അതൊന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് വെക്കട്ടോ ഒരു പാത്രത്തിൽ. എന്നിട്ട് ഊറ്റിയെടുത്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് അത് നമുക്ക് നേരെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ പഴയതും പുതിയതുമായിട്ടുള്ള എൻ്റെ എല്ലാ കൂട്ടുകാരും ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒന്നും മറക്കരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പം തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതാ സംഭവം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ആ പരിപാടി തീർന്ന് നമുക്ക് പ്ലേറ്റിലേക്ക് ഓരോരുത്തർക്കും വിളമ്പിയിട്ട് അങ്ങ് തിന്നാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആക്കിയിട്ട് വിളമ്പി എടുത്തിട്ടുണ്ട്. ഐസിന് ഇതാ ഇത് തന്നെ പെട്ടിട്ടില്ല കേട്ടോ. ഓൻ്റെ കൂടി ഞാനാണ് തിന്നത്. അപ്പം എന്താണ് കുരുമുളകൊക്കെ ഇടുമ്പോൾ കുറച്ച് ഇടട്ടോ. കുറച്ച് എരിവ് ഏറിപ്പോയാലും മക്കൾക്ക് തീരെ ഇഷ്ടാവില്ല. പിന്നെ തക്കാളി സോസ് ഇതിലേക്ക് ചേർക്കൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് ചേർത്തതാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതും കൂടെ ഒഴിച്ചപ്പോൾ. അങ്ങനെ ഞങ്ങളിതാ എല്ലാവരും കൂടെ കഴിച്ചു. ഐസിന് ഇതാ ഫസ്റ്റത്തെ ഇതിൽ കുറച്ച് വാരി വാരി തിന്നു. പിന്നെ അങ്ങനെ അങ്ങോട്ട് മതിയാക്കിയിട്ടാണ്. അവിടെ ഞാനാണ് ഓൻ്റെത് പിന്നെ തിന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് പോകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വളാഞ്ചേരി നടക്കുക ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഇവിടെ കണ്ണ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ, എനിക്കല്ല. അപ്പോൾ ഞാനിതാ കണ്ണ് ഡോക്ടർ അവിടെ അങ്ങനെ കയറിയിട്ട് ഇരിക്കണം. ഇവിടെ കണ്ണും ഇതൊക്കെ മൂക്കൊക്കെ കണ്ണല്ല കണ്ണ് ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു ബോഡിയിലുള്ളതൊക്കെ ഇങ്ങനെ വായിപ്പിച്ച് നോക്കുന്നുണ്ട്. പിന്നെ കണ്ണിത് അങ്ങനെ നോക്കണമൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയ പാടെ തന്നെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പോപ്കോൺ ആണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒറ്റ കൈ കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഭാഗങ്ങളൊക്കെ അങ്ങോട്ട് ഇളകലും കുത്തലൊക്കെ ഉണ്ടാവും ഇതിന്. അപ്പോൾ ഞാനിതാ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കുക്കറിലേക്ക് ഞാനിതാ ഒരു ചെറിയ ബട്ടറിൻ്റെ കഷ്ണം കുറച്ച് വെളിച്ചെണ്ണ അല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഞാനിതാ പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയതായിരുന്നു. ഇപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കലുണ്ട് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻ്റൊക്കെ നമുക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ അങ്ങനെ ഞാനിതാ ഒരു കൈ കൊണ്ട് ഇളക്കിയിട്ട് അങ്ങോട്ട് വീകണില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഫോണൊക്കെ അവിടെ വെച്ചിട്ട് 2 കൈ കൊണ്ട് ഇട്ടു. എന്നിട്ട് ചെറുതായിട്ട് അതിൽ ഇതാ കണ്ണ് പൊട്ടി വരുമ്പോൾ നമ്മൾ അതുകൊണ്ട് മൂടുക. ഇട്ടതിന് ശേഷം തന്നെ അതിലേക്ക് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. അത് ഞാൻ അതിൽ കാണിക്കാൻ മറന്നതാണ്. ഒരുവിധം ചടപടേന്ന് പൊട്ടണ ഒച്ച അങ്ങോട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെല്ലം അങ്ങോട്ട് ഒന്ന് തുറന്ന് നോക്കട്ടെ. അപ്പോൾ അതാ ഫുള്ള് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ചിലപ്പം 1, 2, 3, 4 മാത്രം പൊട്ടാത്തത് ഉണ്ടാവും കേട്ടോ, ബാക്കി മൊത്തം പൊട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അതാ ഞാനിതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കൊട്ടുന്നുണ്ട്. അപ്പോൾ അതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ചായൻ്റെ കൂടെ ഒക്കെ കറുമുറയെ തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വേഗം തന്നെ പിന്നെ ഒരു കട്ടനും കൂടെ ഉണ്ടാക്കിയിട്ട് അവിടെ അങ്ങനെ ഒരു പാത്രത്തിലും വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് അങ്ങ് കഴിച്ചു കൂട്ടാ. അപ്പോൾ ഇനി ഇങ്ങനെ ഉണ്ടാക്കി അത് കൊത്താരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രേ തന്നെ ഉള്ളൂ. നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ബൈ.